കടലിലേക്ക് പോയിട്ടുള്ള ഷിപ്പ് ഏതാണ്ട് 650 കണ്ടെയ്നർ കയറ്റാൻ സൗകര്യമുള്ള ഷിപ്പായി. അതിൽ ഏതാണ്ട് 643 കണ്ടെയ്നറുകളായിരുന്നു ആ ഷിപ്പിലുണ്ടായിരുന്നത്. അതിൽ 40 എണ്ണമാണ് വെളിയിലേക്ക് കടലിലേക്ക് പോയിട്ടുള്ളത്. ആ പോയിട്ടുള്ളത് വിവിധ തീരപ്രദേശത്ത് അടിയാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയ്ക്കുള്ള നേരത്തെ തന്നെയുള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്ന സാഹചര്യം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം, ജാഗ്രതയോടുകൂടി കാണണം എന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം ഈ ഷിപ്പിംഗ് ചുമതലയുള്ള കേന്ദ്രം ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവമായി സമീപിക്കുന്നത്. പൊതുവിൽ ഈ ഷിപ്പിന് MSC എൽസ 3 എന്ന ഷിപ്പാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് MSC. അവർക്ക് എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഉള്ളവരാണ്. അവരുടെ ഷിപ്പിന് ഇൻഷുറൻസ് ഉണ്ട്, കണ്ടെയ്നറുകൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇത് കയറ്റി അയച്ച ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് അതിന്റെ ഇൻഷുറൻസ് നേരത്തെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അതിനാവശ്യമായ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് എല്ലാ അർത്ഥത്തിലും നിർവഹിക്കാൻ കഴിയും. അതേസമയത്ത് ഇതിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വെല്ലുവിളി. അത് പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് വന്നിട്ടുണ്ട്. കൊല്ലം അതുപോലെ തന്നെ ആലപ്പി ഈ സ്ഥലത്തോട്ടാണ് ഇത് മൂവ് ചെയ്യുന്നതായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയത്. അങ്ങനെ അവരവിടെ സ്റ്റേഷൻ ചെയ്തു, മറ്റ് ഓഫീസേഴ്സും അവിടെ എത്തി. അപ്പം ഇതിനകത്ത് വരാൻ സാധിക്കുന്ന 2 കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യേണ്ടത് ഒന്ന് ഓയിലാണ്, പിന്നെ ഈ കണ്ടെയ്നർ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓയിലിന്റെ കേസിൽ ഓയിൽ ചില സമയത്ത് അതൊരു ലെയറായിട്ട് ഒരു ലെയറായിട്ട് നമുക്ക് വരാൻ സാധിക്കും. പിന്നെ അത് തിക്കൻഡ് ഓയിലായിട്ട് വരാൻ സാധിക്കും. ലെയറായിട്ടാണ് വരുന്നതെങ്കിലും തിക്കൻഡ് ആണെങ്കിലും നമുക്ക് മെയിനായിട്ട് ഈ ബൂം സ്കിമ്മറൊക്കെ വെച്ചിട്ട് നമുക്ക് സക്ക് ചെയ്യുന്നതാണ്. അത് കോസ്റ്റ് ഗാർഡാണ് അതിന്റെ അതോറിറ്റി. അവരുടെ കയ്യിലും അതുപോലെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, ഷിപ്പ് യാർഡ്, കൊച്ചി റിഫൈനറി ഇവരുടെ കയ്യിലൊക്കെ അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് PCBയുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പം ഒരു ചെറിയ ലെയർ ഓഫ് ഓയിലാണ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവും. മീൻസ് തിൻ ലെയറാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് നമ്മുടെ സീ ഇപ്പം വളരെ റഷാണ് മഴയായിട്ട്. അപ്പം അറിയാൻ സാധിച്ചത് ഒരു 4 തൊട്ട് 5 മീറ്റർ വരെ പൊക്കമുള്ള തിരമാലകളാണ്. അപ്പം അതുകൊണ്ട് ഈ ഷിപ്പിൽ പോയിട്ട് നമുക്ക് ഡിസ്പേഴ്സന്റ് സ്പ്രേ ചെയ്ത് ഇതിനെ ഇല്ലാതാക്കാനായിട്ടുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് എയർക്രാഫ്റ്റ് വഴി നമുക്കിത് ഷവർ ചെയ്ത് താഴോട്ടിട്ടിട്ട് ഈ ഡിസ്പേഴ്സന്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കിപ്പം ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇപ്പം ഓയിലിന്റെ ഒരു പ്രശ്നം നമുക്ക് കണ്ടിട്ടില്ല. ഈ കണ്ടെയ്നർ ഒഴുകി വന്ന ആലപ്പുഴയാണെങ്കിലും കൊല്ലത്താണെങ്കിലും ഓയിൽ ഇഷ്യൂസ് നമുക്ക് ഒന്നും സ്പോട്ട് ചെയ്തിട്ടില്ല. പിന്നെ കണ്ടെയ്നറിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു ഹൈ ലെവൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഷിപ്പിംഗ് ഏജൻസി അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും കസ്റ്റംസും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് അത് മാറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു ഉന്നതതല ഡിസ്കഷൻസാണ്.